നമസ്കാരം. വെൽക്കം ടു KPSC 2.0. PSC പരീക്ഷകളിൽ സ്ഥിരമായി ചോദിക്കാറുള്ള ഭൂമിശാസ്ത്രത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് പ്രാദേശികവാദങ്ങൾ അഥവാ ലോക്കൽ വിൻഡ്സ്. കടൽക്കാറ്റ്, കരക്കാറ്റ്, താഴ്വരക്കാറ്റ്, പർവ്വതക്കാറ്റ് എന്നിവയൊക്കെ ഈ ഭാഗത്തു നിന്നും നമ്മൾ കണ്ടിട്ടുള്ള സ്ഥിരം ചോദ്യങ്ങളാണ്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇവയൊക്കെ എന്താണ്, ഇവയൊക്കെ എങ്ങനെ സംഭവിക്കുന്നു, ഇവയുടെയൊക്കെ സവിശേഷതകൾ എന്തൊക്കെയാണെന്നാണ്. ആദ്യമായി തന്നെ എന്താണ് പ്രാദേശികവാദങ്ങൾ? ആ ചോദ്യത്തിൽ തന്നെ അതിനുള്ള ഉത്തരവുമുണ്ട്. ഒരു പ്രദേശത്ത് മാത്രം വീശുന്ന കാറ്റുകളെയാണ് നമ്മൾ പ്രാദേശികവാദങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് കാറ്റ്? അന്തരീക്ഷ വായുവിന്റെ തിരശ്ചീനമായ ചലനത്തെയാണ് നമ്മൾ കാറ്റെന്ന് വിളിക്കുന്നത്. അപ്പൊ ഈ കാറ്റുകൾ ഉണ്ടാവാനുള്ള കാരണം എന്താണ്? അന്തരീക്ഷ വായുവിലുള്ള മർദ്ദ വ്യത്യാസമാണ് കാറ്റുകൾ ഉണ്ടാവാനുള്ള കാരണം. അതായത് ഒരു ഭാഗത്ത് ചിലപ്പോൾ മർദ്ദം കൂടുതലായിരിക്കാം, മറുഭാഗത്ത് മർദ്ദം കുറവായിരിക്കാം. അങ്ങനെ അന്തരീക്ഷ വായുവിൽ ഉണ്ടാകുന്ന മർദ്ദ വ്യത്യാസം മൂലമാണ് കാറ്റുകൾ ഉണ്ടാകുന്നത്. കാറ്റുകൾ എപ്പോഴും ഉച്ചമർദ്ദ മേഖലയിൽ നിന്നും ന്യൂനമർദ്ദ മേഖലയിലേക്കായിരിക്കും വീശുന്നത്. ഉച്ചമർദ്ദ മേഖല എന്ന് പറയുന്നത് മർദ്ദം കൂടിയ മേഖല, ന്യൂനമർദ്ദ മേഖല മർദ്ദം കുറഞ്ഞ മേഖല. അതായത് കാറ്റ് വീശുന്നത് മർദ്ദം കൂടിയ ഉച്ചമർദ്ദ മേഖലയിൽ നിന്നും മർദ്ദം കുറഞ്ഞ ന്യൂനമർദ്ദ മേഖലയിലേക്കായിരിക്കും. ഇനി കാറ്റുകൾക്ക് എങ്ങനെയാണ് നമ്മൾ ആ പേരിടുന്നത്? കാറ്റുകൾക്ക് പേരിടുന്നത് അവ എവിടെ നിന്ന് വീശുന്നു എന്നതിനെ ആശ്രയിച്ചാണ്. അതായത് കിഴക്ക് നിന്ന് വീശുന്ന കാറ്റിനെ നമ്മൾ കിഴക്കൻ കാറ്റെന്ന് വിളിക്കുന്നു, പടിഞ്ഞാറ് നിന്ന് വീശുന്ന കാറ്റിനെ പടിഞ്ഞാറൻ കാറ്റെന്ന് വിളിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ നമുക്ക് മനസ്സിലായിട്ടുണ്ട്, കടൽക്കാറ്റ് എന്നത് കടലിൽ നിന്ന് വീശുന്നതും കരക്കാറ്റ് എന്നത് കരയിൽ നിന്ന് വീശുന്ന കാറ്റുമാണെന്ന്. ഈ ഒരു പോയിന്റ് പല എക്സാമുകൾക്കും ചോദ്യമായി വന്നിട്ടുള്ളതാണ്. അതുകൊണ്ട് അത് വിശദമായി തന്നെ പഠിക്കണം. കാറ്റിന് നമ്മൾ പേരിടുന്നത് ആ കാറ്റ് എവിടെ നിന്ന് വീശുന്നു എന്നതിനെ ആശ്രയിച്ചാണ്. ഇനി നമുക്ക് പ്രധാനമായും 4 തരത്തിലുള്ള പ്രാദേശികവാദങ്ങളെ കുറിച്ചാണ് പറയാനുള്ളത്. കടൽക്കാറ്റ്, കരക്കാറ്റ്, താഴ്വരക്കാറ്റ്, പർവ്വതക്കാറ്റ് എന്നിവയാണ്. ഇവ ഓരോന്നും എന്താണെന്ന് നമുക്ക് വിശദമായി തന്നെ പഠിക്കാം. ആദ്യമായി നമ്മൾ നോക്കുന്നത് കടൽക്കാറ്റിനെ കുറിച്ചാണ്. കടൽക്കാറ്റുണ്ടാകുന്നത് പകൽ സമയങ്ങളിലാണ്. നമുക്കറിയാം, പകൽ സമയത്ത് കരയും കടലും വ്യത്യസ്തമായ രീതിയിലാണ് ചൂട് പിടിക്കുന്നത്. ജലത്തിന്റെ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി കൂടുതലായതുകൊണ്ട് തന്നെ ജലം പതുക്കെ ചൂടാവുകയുള്ളൂ, അതുപോലെ തന്നെ ചൂടിനെ പതുക്കെ പുറത്തുവിടുകയുള്ളൂ. എന്നാൽ കര പെട്ടെന്ന് ചൂടാവുകയും പെട്ടെന്ന് ആ ചൂടിനെ പുറത്തുവിടുകയും ചെയ്യുന്നു. അങ്ങനെ പകൽ സമയത്ത് കര വേഗത്തിൽ ചൂട് പിടിക്കുന്നു. വേഗത്തിൽ ചൂട് പിടിക്കുമ്പോൾ അവിടെയുള്ള ചൂട് കൂടിയ വായു സംവഹനം വഴി മുകളിലേക്ക് പോകുന്നു. സംവഹനത്തെക്കുറിച്ച് കഴിഞ്ഞ കെമിസ്ട്രി ക്ലാസ്സിൽ നമ്മൾ വിശദമായി പറഞ്ഞതാണ്. അങ്ങനെ ആ കരഭാഗത്ത് ഒരു ന്യൂനമർദ്ദ മേഖല ഉണ്ടാകുന്നു. ഈ കരയെ അപേക്ഷിച്ച് കടൽ ഈ സമയം ഒരു ഉച്ചമർദ്ദ മേഖലയിലായിരിക്കും. അതായത് അവിടെ മർദ്ദം കൂടുതലായിരിക്കും. അങ്ങനെ കടലിൽ നിന്ന്, അതായത് ഉച്ചമർദ്ദ മേഖലയിൽ നിന്ന് കരയിലേക്ക് കാറ്റ് വീശുന്നു. ഈ കാറ്റിനെയാണ് നമ്മൾ കടൽക്കാറ്റെന്ന് വിളിക്കുന്നത്. അതായത് കടൽക്കാറ്റുണ്ടാകുന്നത് എപ്പോഴാണ്? പകൽ സമയത്ത്. എവിടെ നിന്ന് വീശുന്നു? കടലിൽ നിന്ന് കരയിലേക്ക്. ഈ 2 പോയിന്റാണ് നമുക്കിവിടെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ഇനി നമുക്ക് എന്താണ് കരക്കാറ്റെന്ന് നോക്കാം. ഏകദേശം ഇതിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് കരക്കാറ്റ് സംഭവിക്കുന്നത്. അപ്പോൾ കരക്കാറ്റ് സംഭവിക്കുന്നത് രാത്രി സമയത്തായിരിക്കും. നേരത്തെ നമ്മൾ സൂചിപ്പിച്ച പോലെ തന്നെ കര വേഗത്തിൽ ചൂടാവുകയും അതുപോലെ തന്നെ വേഗത്തിൽ ചൂടിനെ പുറത്തു തള്ളുകയും ചെയ്യുന്നു. അങ്ങനെ കര എന്ത് ചെയ്യുന്നു? രാത്രി സമയത്ത് പെട്ടെന്ന് തണുക്കുന്നു. എന്നാൽ ജലത്തിന്റെ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി കൂടുതലാണെന്ന് നമ്മൾ പറഞ്ഞു. അതുകൊണ്ട് തന്നെ എന്ത് സംഭവിക്കുന്നു? കടല് പതുക്കെ തണുക്കുകയുള്ളൂ. കടൽ ഈ സമയം ചൂടായ വായു എന്ത് ചെയ്യുന്നു? സംവഹനം വഴി മുകളിലേക്ക് പോയി അവിടെ ഒരു ന്യൂനമർദ്ദ മേഖല ഉണ്ടാകുന്നു. ഇതേ സമയം കരഭാഗത്ത് ഉച്ചമർദ്ദ മേഖലയിലായിരിക്കും. അങ്ങനെ രാത്രിയിൽ കരയിൽ നിന്നും കടലിലേക്ക്, അതായത് കരയിലെ ഉച്ചമർദ്ദ മേഖലയിൽ നിന്നും കടലിലേക്കുള്ള ന്യൂനമർദ്ദ മേഖലയിലേക്ക് വീശുന്ന കാറ്റിനെയാണ് നമ്മൾ കരക്കാറ്റെന്ന് വിളിക്കുന്നത്. കരക്കാറ്റ് സംഭവിക്കുന്നത് രാത്രി സമയങ്ങളിലും കടൽക്കാറ്റ് സംഭവിക്കുന്നത് ഏത് സമയത്താണ്? പകൽ സമയത്തുമാണ്. ഇതിനോടൊപ്പം തന്നെ നമുക്ക് ചേർത്ത് വായിക്കാവുന്ന 2 തരം കാറ്റുകൾ കൂടിയുണ്ട്. അവയാണ് പർവ്വതക്കാറ്റും താഴ്വരക്കാറ്റും. നമുക്ക് താഴ്വരക്കാറ്റും പർവ്വതക്കാറ്റും എന്താണെന്ന് നോക്കാം.
ആദ്യമായി നമുക്ക് താഴ്വരക്കാറ്റിനെ കുറിച്ച് സംസാരിക്കാം. പകൽ സമയത്ത് പർവ്വതത്തിന്റെ മുകളിലായിരിക്കും കൂടുതലായ ചൂട് ലഭിക്കുന്നത്. അപ്പൊ സൂര്യന്റെ ചൂടേറ്റ് പർവ്വതത്തിന് മുകളിലുള്ള വായുവിന് സംവഹനം വഴി മുകളിലേക്ക് പോകുന്നു. അതായത് അവിടെ ഒരു ന്യൂനമർദ്ദ മേഖല ഉണ്ടാകുന്നു. ഇതേ സമയം താഴ്വാരത്ത് എന്തായിരിക്കും? ഒരു ഉച്ചമർദ്ദ മേഖലയായിരിക്കും. കാരണം അവിടെ കിട്ടുന്ന ചൂടിന്റെ അളവ് കുറവായിരിക്കും. ഇങ്ങനെ ഉച്ചമർദ്ദ മേഖലയായ താഴ്വാരത്ത് നിന്നും ന്യൂനമർദ്ദ മേഖലയായ പർവ്വതത്തിന് മുകളിലേക്ക് വീശുന്ന കാറ്റിനെയാണ് നമ്മൾ താഴ്വാര കാറ്റെന്ന് വിളിക്കുന്നത്. അതായത് താഴ്വാരക്കാറ്റുണ്ടാകുന്നത് ഏത് സമയത്താണ്? പകൽ സമയത്തായിരിക്കും. ഇതിന് നേരെ എതിരാണ് പർവ്വതക്കാറ്റ്. അതായത് രാത്രിയിൽ പർവ്വതത്തിന് മുകളിൽ തണുപ്പ് അനുഭവപ്പെടുന്നു. അതായത് അവിടെ ഒരു ഉച്ചമർദ്ദ മേഖലയായിരിക്കും. എന്നാൽ താഴ്വാരത്ത് ആ സമയം ഒരു ന്യൂനമർദ്ദ മേഖലയുമായിരിക്കും. ഇനി പർവ്വതത്തിന്റെ മുകളിൽ നിന്നും താഴ്വാരത്തേക്ക് വീശുന്ന കാറ്റിനെയാണ് നമ്മൾ പർവ്വതക്കാറ്റ് എന്ന് വിളിക്കുന്നത്. ഇപ്പോൾ നമ്മൾ 4 തരത്തിലുള്ള കാറ്റുകളെ പറ്റി പറഞ്ഞു. കരക്കാറ്റ് സംഭവിക്കുന്നത് രാത്രി സമയത്തായിരിക്കും, കടൽക്കാറ്റ് സംഭവിക്കുന്നത് പകൽ സമയത്തായിരിക്കും, അതുപോലെ താഴ്വാരക്കാറ്റ് സംഭവിക്കുന്നത് പകൽ സമയത്തും പർവ്വതക്കാറ്റ് സംഭവിക്കുന്നത് രാത്രി സമയത്തുമായിരിക്കും. ഈ കാറ്റുകളുടെ പേരും അവ സംഭവിക്കുന്ന സമയവും നമ്മുടെ പരീക്ഷയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ നമുക്ക് 2 പേരുകൾ കൂടി പഠിക്കുവാനുണ്ട്. താഴ്വാരക്കാറ്റിനെ നമ്മൾ എന്ത് പേര് കൂടി വിളിക്കും? കറ്റാബാറ്റിക് കാറ്റ് എന്ന് വിളിക്കാറുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ പർവ്വതക്കാറ്റിന് അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് അനിബാറ്റിക് കാറ്റ്. ഈ 2 പേരുകൾ കൂടി നമ്മളൊന്ന് ഓർത്തിരിക്കുക. ഈ ഭാഗത്ത് നിന്നും പല പരീക്ഷകളിലും ചോദ്യം വന്ന് കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ വളരെ സിമ്പിളായ എന്ന് പെട്ടെന്ന് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയ ഒരു ഭാഗമാണിത്. എല്ലാവരും ഈ ഭാഗം നന്നായി പഠിക്കുക. ഈ ഭാഗത്തു നിന്ന് വരുന്ന ചോദ്യങ്ങൾ നല്ല രീതിയിൽ ഓർത്ത് ഉത്തരം എഴുതുക. എല്ലാവർക്കും ഈ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.